ഹായ് ഫ്രണ്ട്സ്, വില്ലേജ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കോട്ടപ്പുറം തിരുവളയനാടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ശിലാന്യാസ ചടങ്ങുകളിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മണ്ണാർക്കാട് ഒറ്റപ്പാലം റോഡിൽ കോട്ടപ്പുറം എന്ന സ്ഥലത്താണ് വള്ളുവനാടുള്ള പ്രശസ്തമായ ഈ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മശ്രീ അണ്ടലാടി മനിക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രം തന്ത്രി. അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ശിലാന്യാസ ചടങ്ങുകൾ നടന്നത്. ഭക്തജനങ്ങളുടെ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ക്ഷേത്രത്തിലെ ഉപദേവതയായി ഒരു അയ്യപ്പ ക്ഷേത്രം യാഥാർത്ഥ്യമാവുക എന്ന കാര്യം നടക്കുവാൻ പോകുന്നത്. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ M.R. മുരളി ഈ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ ഇപ്പോഴുള്ള ഭരണസമിതി വളരെ നല്ല ജനപങ്കാളിത്തത്തോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഈ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുവാൻ കഴിഞ്ഞു എന്നത് തന്നെ ഈ ഭരണസമിതിയുടെ ഒരു നേട്ടമായി കണക്കാക്കാം. ഈ കാര്യത്തിൽ ഇപ്പോഴത്തെ ഭരണസമിതി അഭിനന്ദനം അർഹിക്കുന്നു. നമുക്ക് ചടങ്ങുകളിലെ കാഴ്ചകളിലേക്ക് കടക്കാം. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി മനിക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട്, മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ M.R. മുരളി എന്നിവർ ചേർന്നാണ് ശിലാന്യാസം നടത്തിയത്. ക്ഷേത്ര ഭരണസമിതി ചെയർമാൻ ശ്രീ സുരേഷ് M.D. ചടങ്ങിൽ പങ്കെടുത്തു. കൂടാതെ ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, സ്റ്റാഫ്, അതുപോലെ നാട്ടുകാർ എല്ലാവരും ചേർന്ന് വളരെ ഭംഗിയായ രീതിയിൽ ഈ ശിലാന്യാസം നടക്കുകയുണ്ടായി.
വളയനാടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ ശിലാന്യാസം അങ്ങനെ വളരെ ഭംഗിയായി. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.